നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്ത് ബി.ജെ.പി പഴയ ബി.ജെ.പി അല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് 2-3 ദിവസമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം അപൂർവമായ ഒരു കാഴ്ച കാണുകയുണ്ടായി. അതായത് കണ്ണാടി നോക്കി നമ്മൾ സ്വയം ചീത്ത വിളിക്കുന്നത് പോലെ മുൻപ് പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന ഇന്ന് പാർട്ടിയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടും കൗൺസിലറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആർ ശ്രീലേഖ പോലീസുകാരെ ചീത്ത വിളിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന സീനുകളാണ് നമ്മൾ കണ്ടത്. ഇത്രയും കാലം പോലീസ് സേനയിൽ വർക്ക് ചെയ്ത ഒരാൾ എങ്ങനെ ഈ തരത്തിൽ മാറി എന്നുള്ള അത്ഭുതം ഒരു വശത്തുണ്ട്. ഒന്ന്, നിങ്ങളും ഈ പറയുന്ന ഇതേ സംവിധാനത്തിൽ പ്രവർത്തിച്ചവരാണ്, അപ്പോൾ നിങ്ങളെ തന്നെയല്ലേ ഈ പറയുന്ന ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യവും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ആർ ശ്രീലേഖ തന്നെ രംഗത്തേക്ക് വരുന്നത്. തനിക്ക് ഇത്രയും കാലം താൻ ചെയ്ത ജോലി അല്ലെങ്കിൽ താൻ ജോലി ചെയ്ത സംവിധാനം ഇത്രയും മോശമാണ് എന്ന് മനസ്സിലായില്ല എന്നുള്ളൊരു കാര്യം. ഇതോടുകൂടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഇപ്പോൾ ഒരു പക്ഷം പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങൾ ശക്തമാവുകയാണ്. ഇതിനിടയിൽ അത്തരം ആക്ഷേപങ്ങളെ സാധൂകരിക്കുന്ന പല റിപ്പോർട്ടുകളും കൂട്ടി വായിക്കപ്പെടുന്നുമുണ്ട്. അത്തരത്തിലെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ വിദ്യാർത്ഥി സമരങ്ങളുടെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കേണ്ടി വരും. പല വിഷയങ്ങളിൽ ഈ കോളേജുകളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുമൊക്കെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. പക്ഷേ അവിടെ പോലീസ് എടുക്കുന്ന ഒരു നയമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതികരണമുണ്ട്. അത് തികച്ചും ഒരു പേഴ്സണലായിട്ട് ആണ് എന്ന് തോന്നുന്ന തരത്തിലാണ് പലപ്പോഴും അരങ്ങേറാറുള്ളത്. KSU പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ച് തല്ലുന്ന ഒരു രീതി പലപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു നവകേരള സദസ്സ് നടത്തിയത് ഓർമ്മയുണ്ടല്ലോ. അന്ന് മുഖ്യമന്ത്രിയുടെ നേരെ കരിങ്കൊടി വീശിക്കൊണ്ട് KSU പ്രവർത്തകർ ആഞ്ഞെടുത്തിരുന്നു. അന്ന് അവരെ പ്രത്യേകമായിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ച് അവരെ തല്ലിച്ചതച്ച ഒരു രീതി, ഗൺമാൻ ഉൾപ്പെടെ തല്ലിച്ചതച്ച ഒരു രീതിയാണ് അരങ്ങേറിയത്. യഥാർത്ഥത്തിൽ അത് മറ്റേതെങ്കിലും സംഘടനയായിരുന്നുവെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുക മാത്രമായിരുന്നു പോലീസിന്റെ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ KSU പ്രവർത്തകരായതുകൊണ്ട് അവരെ തിരഞ്ഞു പിടിച്ച് തല്ലിച്ചതയ്ക്കുന്ന ഒരു രീതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസിൽ ഉണ്ടായിട്ടുള്ള പോലീസിന്റെ സിസ്റ്റവും ഇതേ രീതിയിൽ തന്നെയുള്ളതാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിനേക്കാൾ ഉപരി ആ ചെയ്തിരിക്കുന്ന നടപടി അത് വളരെ വലിയ ചർച്ചാ വിഷയമായ ഒന്ന് തന്നെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ള സമാന രീതിയിലുള്ള പരാതി ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിനെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നെടുത്ത നിലപാടെന്ന് പറയുന്നത് പാർട്ടി അത് വ്യക്തിപരമാണ്, അതിൽ ഇടപെടേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനങ്ങളും അത്തരത്തിൽ പ്രവർത്തിച്ചു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ രാത്രിക്ക് രാത്രി അയാൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് ഇടിച്ചു കയറി ചെന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അത് അപ്പോൾ തന്നെ ബിഗ് ബ്രേക്കിങ്ങുകളായിട്ട് മാധ്യമങ്ങൾക്ക് കൈമാറുന്ന CCTV ദൃശ്യങ്ങളടക്കം കൈമാറുന്ന രീതിയിലേക്ക് പോലീസ് പ്രവർത്തിച്ചത് ഈ പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ഏകപക്ഷീയമായ നിലപാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് BJP ഉന്നയിക്കുന്ന ആരോപണവും അതുതന്നെയാണ്. പോലീസ് സംവിധാനങ്ങൾ BJP പ്രവർത്തകരുടെ ഈ പ്രചാരണ പരിപാടികളടക്കം നേരത്തെ നിർത്താനുള്ള നിർദ്ദേശം നൽകുന്നു. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് മുൻപേ BJP പ്രവർത്തകരുടെ പരിപാടികൾ നിർത്താനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിലുള്ള ഏകപക്ഷീയ നിലപാടാണ് പോലീസ് സംവിധാനങ്ങളിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് ആർ ശ്രീലേഖ പോലീസിനെ തെറി വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന വീഡിയോ പ്രചരിക്കുന്നത്. ആ പ്രചരിച്ച വീഡിയോയ്ക്ക് അടിയിൽ ആ വീഡിയോ ശ്രീലേഖ തന്നെ പങ്കുവയ്ക്കുന്നു. ആ പങ്കുവച്ച വീഡിയോയ്ക്കിടയിൽ ലൈജു അമ്പാടി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു കമന്റ് വരുന്നുണ്ട്. അതായത് കാക്കിക്കുള്ളിലെ നരാധനന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലീസ് ഓഫീസേഴ്സും മാന്യമായ ന്യായമായി ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സും സർവീസിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത്. അത്തരം ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് ജോലി ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലീസ് നായാട്ട്
നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന് ഏറ്റുമുട്ടൽ നടത്തുന്ന സമയത്ത് ജനങ്ങളെ അടിക്കേണ്ടി വരും, എന്നാൽ പ്രതികളെ പിടിച്ചുകൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത് ശരിയാണെന്നാണോ വാദിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശ്രീലേഖ IPSന്റെ സർവീസ് ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം വിവാദമായിട്ടുണ്ടോ എന്നുള്ളതും ചോദ്യം. ജയറാം പടിക്കലിനെയും പുലിക്കോടൻ നാരായണനെയും പോലെ ജനങ്ങളെ കസ്റ്റഡിയിൽ ഉരുട്ടിക്കൊല്ലുന്ന പട്ടികളെ പോലീസായിട്ട് കാണാൻ പറ്റില്ല. ശ്രീലേഖയുടെ കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ക്രൂരമായ ഒരു പോലീസ് ഓഫീസർ, ബി സന്ധ്യ. പലരെയും അടിച്ചും ഇടിച്ചും ഇല്ലാത്ത കുറ്റം സമ്മതിപ്പിച്ച് ജയിലിനുള്ളിൽ അയച്ചവർ. അവരെ ഒന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കോൺഗ്രസുകാർ ഭരണം വന്നതിന് ശേഷം കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? അദ്ദേഹം തന്റെ ജോലി ചെയ്തെന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. രാജന്റെയും വിജയന്റെയും ഉദയകുമാർ, ശ്രീജിത്ത് രാജ്കുമാർ, ശ്രീജീവ് താമീർ ഇവരെയൊക്കെ കസ്റ്റഡിയിൽ വെച്ച് അടിച്ചു കൊന്നത് കേരള പോലീസ് തന്നെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാൻ പോലീസ് സേനയിലുള്ളവർ പോലും തയ്യാറായിരുന്നില്ല. പോലീസ് ജോലി ചെയ്തു എന്ന് വെച്ച് പോലീസ് അതിക്രമം കാണിച്ചാൽ പോടാ പുല എന്ന് പറഞ്ഞിട്ടുള്ളത് ശീലം കേരളത്തിലുണ്ട് എന്നാണ് ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ശ്രീലേഖയോട് ഒപ്പം ജോലി ചെയ്തതിൽ തനിക്ക് നാണക്കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കുവെച്ച പ്രതികരണം, അതിന് മറുപടിയാണ് ഈ ഒരു സാധാരണക്കാരൻ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നതെന്നാണ്. അതേസമയത്ത് ശ്രീലേഖയിലേക്ക് വരുമ്പോൾ ശ്രീലേഖയും താൻ വിളിച്ചുപോയത് ഈ ഒരു സമരത്തിനിടയിൽ അറിയാതെ വിളിച്ചുപോയതല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയുള്ള പ്രതികരണങ്ങളാണ് ശ്രീലേഖയും നൽകുന്നത്. തൻ്റെ സർവീസിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നും അതേസമയം താൻ ഈ ഒരു തരത്തിലുള്ള മേഖലയിലാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടീമിനൊപ്പമാണോ വർക്ക് ചെയ്തത് എന്നതിൽ ലജ്ജയുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് ആർ ശ്രീലേഖ ഇപ്പോൾ മറുപടികളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ ഒരു റീപോസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോലീസ് സേനയിൽ ഇരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. ചിലരെ ഡിസ്മിസ് ചെയ്തു, പലർക്കുമെതിരെ കേസുകൾ എടുത്തു. പല പോലീസുകാരും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. അന്നൊന്നും ആരും ഒരു രാഷ്ട്രീയ പോലീസ് അസോസിയേഷൻ നേതാവും തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണോ വിരമിച്ച ശേഷം ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരുത്തനെ പോടാ എന്ന് വിളിച്ചതിൽ ഇവരൊക്കെ തെറ്റു കാണുന്നത് എന്നാണ് ശ്രീലേഖ ചോദിക്കുന്നത്. എന്തായാലും ചെയ്ത അപരാധത്തിന് വട്ടിയൂർക്കാവ് SHOയോട് അവധിയിൽ പ്രവേശിക്കാനെങ്കിലും നിർദ്ദേശിച്ചല്ലോ, നല്ല കാര്യമെന്ന് ആർ ശ്രീലേഖ എഴുതിവെക്കുകയാണ്. DGPക്ക്, പോലീസ് കമ്മീഷണർക്ക് അതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീലേഖ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെ നടന്നിരിക്കുന്നത് പോലീസിന്റെ ഒരു നരനായാട്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ പ്രശ്നം എന്തുമായിക്കോട്ടെ, പരാതി എന്തുമായിക്കോട്ടെ, ആ പരാതിയുള്ള ആളെ അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ സംവിധാനങ്ങളിലുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ പാലിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അറസ്റ്റ് ചെയ്യുന്ന പ്രതിയെ അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ അയാളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടുന്ന പോലീസ് തന്നെയാണ് അവരെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. മറ്റു വിഷയങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, സാമൂഹികപരമായിക്കോട്ടെ, അതെന്തൊക്കെയാണെങ്കിലും അത് പിന്നീടുള്ള കാര്യം. നിലവിൽ പോലീസുകാർ ആ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയ ആളെ മർദ്ദിച്ചിട്ടുണ്ടോ? അത് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ശ്രീലേഖ പോലീസിനോട് മുഖത്ത് നോക്കി പോടാ പുല്ലേ പോലീസെ എന്ന് പറഞ്ഞത് അറിയാതെ കയ്യിൽ നിന്ന് വന്നു പോയതല്ല, മറിച്ച് അവരുടെ ചെയ്തികൾ കൃത്യമായിട്ട് തെറ്റാണ് എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ അത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആർ ശ്രീലേഖ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, BJP പഴയ തരത്തിലുള്ള ഒരു BJP അല്ല, കൂടുതൽ ശക്തമായിട്ട് കൂടുതൽ വലിയ തിരിച്ചറിവുകളോടെ മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തിരുവനന്തപുരത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആർ ശ്രീലേഖയെ പോലെ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരാളുടെ വരവ് അത് വലിയൊരു മാറ്റം BJPയിലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള നിഗമനങ്ങളും പുറത്തു വരുന്നു. സാധാരണഗതിയിൽ ഈ പറയുന്നത് പോലെ സമരം ഏറ്റുപിടിക്കുന്ന ഒരാളെ പോലെയല്ല, മറിച്ച് ശ്രീലേഖയ്ക്ക് കൃത്യമായിട്ടുള്ള ബോധ്യവും അതിനെക്കുറിച്ചുള്ള ധാരണയും ഉള്ളത് കൊണ്ടാണ് അത് ഏറ്റുപിടിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന സംവിധാനം ഇത്തരത്തിൽ ഏകപക്ഷീയമായി മാറുന്നത് വളരെ ആശങ്കയോടെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിനെതിരെയൊക്കെ അതിശക്തമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആർ ശ്രീലേഖ.